നമ്മുടെ ലൈഫിൽ വളരെ പ്രധാനപ്പെട്ട ഒരാൾ നമ്മുടെ ലൈഫിൽ നിന്ന് മിസ്സായി പോകുന്നു. ആൾ എവിടെയാണ്, എന്ത് പറ്റി എന്നൊന്നും അറിയാത്ത സാഹചര്യത്തിൽ നമ്മൾ അയാളോട് ഉണ്ടായിരുന്ന ആ ഒരു ഇഷ്ടമൊക്കെ മറച്ചു വെച്ച് വലിയൊരു തെറ്റ് ചെയ്യുന്നു. അതും അയാളുടെ കൺമുന്നിൽ വെച്ച് അയാൾ കാണുന്നുണ്ട് എന്നത് അറിയാതെയാണ് നമ്മൾ ആ തെറ്റ് ചെയ്യുന്നതെങ്കിലോ. ഇത്തരമൊരു സാഹചര്യത്തിലൂടെ കടന്നുപോയ നമ്മുടെ കഥാനായകന്റെയും അവൻ ആരോടാണ് ആ വലിയ തെറ്റ് ചെയ്തത്, എന്ത് തെറ്റാണ് അവൻ അവിടെ ചെയ്തത്, ശേഷം അവൻ എന്ത് സംഭവിച്ചു എന്ന കാര്യങ്ങൾ വളരെ രസകരമായി പറഞ്ഞ് 2024 റിലീസായ ഹിഡൻ ഫേസ് എന്ന ഒരു കൊറിയൻ കഥയാണ് കേട്ടോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. തുടക്കം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതൊന്ന് കണ്ടു നോക്കണം. ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു കഥയാണ്. വേഗം തന്നെ വീഡിയോയിലേക്ക് എടുക്കാം. അതിന് മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ കൂട്ടുകാർക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അത് തുടങ്ങുന്നത് നമ്മുടെ കഥാനായകനായ സിയോങ്ങിനെ കാണിച്ചുകൊണ്ടാണ്. സിയോങ് ആളുടെ ഫിയാൻസിയായ സോയുന്റെ ഒരു വീഡിയോ കാണുകയാണ്. ഞാൻ ഇവിടെ വിട്ട് പോവാണ്, ഇതൊന്നും ശരിയാവില്ല, ഞാൻ പോവാണെന്ന രീതിയിൽ സോയുന്റെ ആ ഒരു വീഡിയോ കണ്ട് സിയോങ് ആകെ അന്തം വിട്ട് പോകുന്നുണ്ട്. കാരണം സോയുന്റെ ഭാവി ഭർത്താവ് ആവേണ്ട ആളാണ് സിയോങ്. ഇവര് കല്യാണം കഴിക്കാൻ ഇരിക്കുകയായിരുന്നു. കൂടാതെ രണ്ടുപേരും ഒന്നിച്ച് ഒരേ ഓർക്കസ്ട്രയിൽ വർക്ക് ചെയ്യുന്നവരാണ്. അവിടെ ലീഡ് കണ്ടക്ടറായി സിയോങ് വർക്ക് ചെയ്യുന്നു. എല്ലാ ഇൻസ്ട്രുമെന്റ്സും വായിക്കുന്ന ആർട്ടിസ്റ്റുകളെ നിയന്ത്രിക്കുന്ന ആ ഒരു ജോലി. അതേ ഓർക്കസ്ട്രയിൽ തന്നെ സെല്ലോ എന്ന വാദ്യോപകരണം വായിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു സിയോൺ ആകട്ടെ അവളുടെ താമസ സ്ഥലത്ത് നിന്ന് മിസ്സായിരിക്കാണ്. അവിടെ എത്തുന്ന സിയോങ് ഈ ഒരു വീഡിയോ മാത്രമാണ് കാണുന്നത്. പക്ഷെ അധികം ഡ്രസ്സുകളൊന്നും തന്നെ സോയിൻ കൊണ്ടുപോയിട്ടില്ല എന്ന് കബോർഡ് നോക്കുമ്പോൾ വ്യക്തമാണ്. കൂടാതെ അവളുടെ ജീവനാണ് അവളുടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആയ സെല്ലോ, അതും അവൾ കൊണ്ടുപോയിട്ടില്ല. പക്ഷെ അവൾ എവിടെ പോയി എന്നറിയില്ല. ഇങ്ങനെ മിസ്സാണെന്ന് ഉറപ്പാണ്. ഒരു വീഡിയോ മാത്രം കിട്ടി. എന്തായാലും അപ്പോഴേക്കും ഇവരുടെ വരാൻ പോകുന്ന ഒരു മ്യൂസിക് പ്രോഗ്രാമിന് വേണ്ടിയുള്ള റിഹേഴ്സലും കാര്യങ്ങളും മുടങ്ങാതെ നടക്കണമല്ലോ. പക്ഷെ സെല്ലോ വായിക്കാൻ സോയിൻ ഇല്ലാത്തത് കൊണ്ട് ഒരു ഗും അങ്ങോട്ട് കിട്ടുന്നില്ല. കാരണം ആ ഒരു ഇൻസ്ട്രുമെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓർക്കസ്ട്ര ഗ്രൂപ്പിന്റെ മാനേജർ ഒരാളില്ലാന്നും പറഞ്ഞ് നമുക്ക് അതങ്ങനെ കളയാൻ പറ്റില്ലല്ലോ. നമുക്ക് സോയുനെ റീപ്ലേസ് ചെയ്യാനായി മറ്റൊരു ആർട്ടിസ്റ്റിനെ കണ്ടുപിടിക്കണമെന്ന് പറയുന്നു. പക്ഷെ വലിയ താല്പര്യമൊന്നും തന്നെ സിയോങ്ങിന് ഉണ്ടായിരുന്നില്ല. സിയോങ്ങിന്റെ ഈ ഒരു ഓർക്കസ്ട്രയുടെ സ്പോൺസർ സോയുന്റെ അമ്മയാണ്. പുള്ളിക്കാരിയുടെ അടുത്ത് എന്ന് സംസാരിക്കുമ്പോൾ അവരായാലും സ്വന്തം മകൾ എവിടെ പോയി എന്ന് അറിയാത്ത ആ ഒരു ടെൻഷൻ ഒന്നും പ്രകടിപ്പിക്കാതെ നമുക്ക് ഓർക്കസ്ട്രയുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഇങ്ങനെ അവളെ വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല, വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് ചെയ്യണം, വേറെ ആളെ അവളെ റീപ്ലേസ് ചെയ്യാനായി കണ്ടെത്തണം എന്നൊക്കെ പറയുമ്പോൾ സിയോങ്ങിന് കുറച്ച് താല്പര്യക്കുറവുണ്ടെങ്കിലും കേൾക്കാതെ വേറെ വഴിയില്ല. അങ്ങനെ അവർക്ക് ഓർക്കസ്ട്രയിലേക്ക് പുതുതായി ഒരു പെൺകുട്ടി ഇന്റർവ്യൂ ചെയ്യുകയാണ് സിയോങ്. ആ പെൺകുട്ടി നന്നായി പെർഫോം ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും സോയുൻ മിസ്സിംഗ് ആണ്, അവളെ റീപ്ലേസ് ചെയ്യാൻ വന്നതാണ് ഈ പെൺകുട്ടി എന്ന ഒരു രീതിക്ക് ആ പെൺകുട്ടിയോട് അങ്ങനെ ഒന്നും സംസാരിക്കാതെ റിജക്ട് ചെയ്ത് വിടുന്ന ഒരു രീതിക്കാണ് ഇരിക്കുന്നത്. പക്ഷെ അങ്ങനെ ആ പെൺകുട്ടിയെ പറഞ്ഞു വിട്ട് കഴിയുമ്പോൾ തെറ്റില്ലേ, അവൾ നന്നായി പെർഫോം ചെയ്തിട്ട് തന്റെ പേഴ്സണൽ ഇഷ്യൂസ് മൂലം അങ്ങനെ റിജക്ട് ചെയ്തത് തെറ്റില്ലേ, അത് തന്റെ ബാൻഡിനോടൊക്കെ ചെയ്യുന്ന ഒരു തെറ്റില്ലേ എന്നൊക്കെ തോന്നി സിയോങ് ആ പെൺകുട്ടിയെ പിന്നീട് അവളുടെ വീട്ടിൽ ചെന്ന് കാണുകയാണ്. കാരണം മുന്നേ അവൾ കൊടുത്ത റെസ്യൂമിൽ അവളുടെ അഡ്രസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ അവിടെ ചെന്ന് കണ്ട് ആ പെൺകുട്ടിയെ ഓർക്കസ്ട്രയിലേക്ക് തിരിച്ചെടുക്കുന്നുണ്ട്. അവൾ നന്നായി തന്നെ പെർഫോം ചെയ്തു എന്ന കാര്യം പറയുന്നുണ്ട്. ആ പെൺകുട്ടിയുടെ പേര് ജൂ എന്നാണ്. അങ്ങനെ ഇവര് ഒന്നിച്ച് ഓർക്കസ്ട്രയിലെ പ്രാക്ടീസും കാര്യങ്ങളും മുന്നോട്ട് പോകുമ്പോൾ ഒരു ദിവസം രണ്ടുപേരും വളരെ ക്ലോസ് ആവുന്നുണ്ട്. അവർ കാഷ്വലായി ഡ്രിങ്ക്സ് അടിച്ച് തുടങ്ങുന്നതാണെങ്കിലും രണ്ടുപേരും ഒന്നിച്ച് സമയം ചെലവഴിക്കുന്നതിലാണ് കാര്യങ്ങൾ വന്ന് നിൽക്കുന്നത്. അതും അവർ ഒന്നിച്ചുണ്ടായിരുന്നത് മറ്റെവിടെയല്ല, സോയുന്റെ താമസ സ്ഥലത്തുമായിരുന്നു. സോയുൺ അവിടെ ഇല്ലല്ലോ, അവരവിടെ ടൈം സ്പെൻഡ് ചെയ്യുന്നു. അപ്പോഴേക്കും സോയുന്റെ അമ്മയ്ക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. സോയുൺ എങ്ങോട്ടേലും പോയതായിരിക്കും, 2 ദിവസം കഴിയുമ്പോൾ അവൾ മടങ്ങി വരും എന്നൊക്കെ വിചാരിച്ച അമ്മ ഇപ്പൊ ടെൻഷൻ അടിക്കാൻ കാരണം അവളിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഇടയ്ക്ക് മാറി നിന്ന കയ്യിൽ ക്രെഡിറ്റ് കാർഡ് ഇഷ്ടത്തിന് യൂസ് ചെയ്യുന്ന ഒരു സ്വഭാവക്കാരിയാണ്. പക്ഷെ ഇപ്പോൾ അവൾ മിസ്സായിട്ട് ഇത്രയും ദിവസമായി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ടില്ല, അവളെ പറ്റി ഒരു വിവരവും ഇല്ല. അതുകൊണ്ടാണ് അമ്മയ്ക്ക് ഇത്രയും ടെൻഷൻ ആവുന്നത്. സോയുൻ മിസ്സായതില് സിയോങ്ങിന് ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും അവൻ പതിയെ അത് മറന്നിപ്പോ മീജുവിന്റെ കാര്യങ്ങൾ നോക്കിയാണ് മുന്നോട്ട് പോകുന്നത്. മീജു ആട്ടെ അന്ന് ഡ്രിങ്ക്സ് അടിച്ചതിന്റെ പുറത്ത് അങ്ങനെ സംഭവിച്ചതാണ്, അല്ലാതെ അതിൽ വേറൊന്നുമില്ല. ആ ഒരു ചിന്തയും വെച്ച് ഇനി നമുക്കിടയിൽ ഒരു കോണ്ടാക്റ്റും പാടില്ലാന്ന് അവനെ താക്കീതും ചെയ്യുന്നു. പക്ഷെ അങ്ങനെ മീജുവിനെ വിട്ടുകളയാനായി സിയോങ് റെഡിയല്ല. സിയോങ് വീണ്ടും അവളെ ഓനൊന്ന് പറഞ്ഞ് സോയുന്റെ അതേ താമസ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി വീണ്ടും അവളുമായി വളരെ ക്ലോസ് ആവുന്നുണ്ട്. ഈ സമയത്താണ് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണുന്നത്. ആക്ച്വലി ഇപ്പോ മിസ്സായ സോയുണിന് പകരം സെല്ലോ ആർട്ടിസ്റ്റായ ഗ്രൂപ്പിൽ ചേർന്നിരിക്കുന്ന മീജു സാധാരണ ഒരു പെൺകുട്ടിയല്ല. അവൾക്ക് ഈ സോയുണുമായി എന്തോ ഒരു ബന്ധമുണ്ട് എന്നത്, പക്ഷെ അത് എന്താണെന്ന് നമുക്ക് വ്യക്തമല്ല. പക്ഷെ ഇവർ പരിചയക്കാരായിരുന്നു എന്നത് സിയോങ്ങിന് അറിയുകയുമില്ല. ആക്ച്വലി സിയോങ് ഒരു സാധാരണക്കാരനായ ഒരു ആർട്ടിസ്റ്റ് ആണ്. പക്ഷെ സോയുൺ ഭയങ്കര കാശുകാരിയാണ്. ഇപ്പൊ തന്നെ നമ്മൾ കണ്ടില്ലേ, സോയുന്റെ അമ്മയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ ഒരു ഓർക്കസ്ട്ര തന്നെ. സോയുൺ ആഗ്രഹിക്കുന്നത് എന്തും അവളുടെ അമ്മ കാശ് കൊടുത്ത് മേടിച്ചു കൊടുക്കും. അതേ കണക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന എന്നാൽ മ്യൂസിക്കിൽ എന്തെങ്കിലുമൊക്കെ ആകണമെന്ന് ആഗ്രഹിക്കുന്ന സിയോങ്ങിനെ കാശ് കാണിച്ച് സ്വന്തമാക്കി എടുക്കാനാണ് സോയുൺ ശ്രമിച്ചത്. അതിന്റെ പേരിൽ അവളുടെ അമ്മ എപ്പോഴും അവനെ കളിയാക്കുമായിരുന്നു. എന്നാലും എന്റെ മോൾ എന്ത് കണ്ടിട്ടാ നിന്നെ വേണമെന്ന് വാശി പിടിച്ചെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല, കാശും ഇല്ല ഒന്നുമില്ല, എന്നിട്ട് എന്ത് കണ്ടിട്ടാണെന്ന മട്ടിലൊക്കെ. അങ്ങനെ കുറച്ചുനാളെ വിദേശത്തൊക്കെ ഉണ്ടായിരുന്ന സോയുൺ അവിടെ വെച്ചാണ് സിയോങ്ങിനെ പരിചയപ്പെടുന്നതും അവനെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ച് അങ്ങനെ കൂടെ കൂട്ടി ഏതാണ്ട് ഒരു അടിമ കണക്കാണ് അവൻ കൊണ്ടു നടന്നിട്ടുണ്ടായിരുന്നതെന്നും ഫ്ലാഷ് ബാക്ക് കാണുമ്പോഴാണ് മനസ്സിലാവുന്നത്.
ഉണ്ടായിരുന്നത്. അവരുടെ ഈ ഒരു ട്രീറ്റ്മെന്റ് മൂലം സത്യത്തിൽ സിയോങ് മനസ്സ് തുറന്ന് ചിരിക്കാൻ പോലും മറന്നിട്ടുണ്ടായിരുന്നു. വല്ലാത്തൊരു ലൈഫായിരുന്നു അവൻ ജീവിച്ചിരുന്നത്. അവൻ ആരോടും മിണ്ടാൻ പറ്റില്ല, എപ്പോഴും ഇവളുടെ ഇഷ്ടത്തിന് നടക്കണം. ഇവനാണ് ഇവരുടെ ഉടമസ്ഥതയിലുള്ള ഓർക്കസ്ട്രയിലെ തന്നെ ലീഡ് കോർഡിനേറ്റർ. പക്ഷെ എന്ത് തീരുമാനം എടുത്താലും അവനെ അറിയിക്കാതെ ഇവർ തീരുമാനിക്കുകയും അതിനൊത്ത് അവൻ പെരുമാറുകയും വേണം. ആ രീതിയിലൊക്കെയാണ് അവനെ ഇവർ ട്രീറ്റ് ചെയ്തിരുന്നത്. ഇപ്പൊ തന്നെ ഈ ഒരു വീടുണ്ടല്ലോ, സോയൂൺ താമസിച്ചിരുന്ന വീട്, ഇവിടെയല്ല അവളുടെ അമ്മ താമസിക്കുന്നത്. ഇവിടെ സോയൂൺ ഒറ്റയ്ക്കായിരുന്നു. കൂടാതെ ഈ വീട് സോയൂൺ അവളുടെ പരിചയത്തിലുള്ള ഒരാളുടെ വീട് കണ്ട് ഇഷ്ടപ്പെട്ടപ്പോ കാശ് കൊടുത്ത് മേടിച്ചെടുത്തതാണ്. ഇന്ത്യ കണക്ക് കാശും കൊണ്ട് എന്ത് മേടിച്ചു കൂട്ടാം എന്നൊരു രീതിയാണ് അവൾക്ക് ഉണ്ടായിരുന്നത്. അതേപോലെ അവൾ ലൈഫിൽ പലതും സ്വന്തമാക്കിയ കൂട്ടത്തിലുള്ള ഒരു കാര്യമാണ് സിയോങ്ങും. അങ്ങനെ ഇവരുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിന്റെ ഇടയിൽ വീണ്ടും മീജുവും സോയൂണും കണ്ടുമുട്ടുന്നുണ്ട്. ആ ഒരു ടീം ഇവരുടെ സംസാരത്തിൽ നിന്ന് ഇവർ ജസ്റ്റ് ഒരു പരിചയക്കാർ മാത്രമല്ല, ഇവർക്കിടയിൽ രണ്ടുപേരും മ്യൂസിക് ഒക്കെ പഠിക്കാൻ പോയിരുന്ന സമയത്ത് ഒരു പ്രണയം ഉണ്ടായിരുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ സോയൂൺ സ്വന്തമാക്കിയിരിക്കുന്നത് അവളുടെ മ്യൂസിക് ടീച്ചറിന്റെ വീടായിരുന്നു. ആ വീട്ടിലാണ് പണ്ട് ഇവർ മ്യൂസിക് ഒക്കെ പഠിക്കാൻ ഒന്നിച്ച് വന്നിരുന്നത്. ആ ഒരു സമയത്ത് അവിടെ ഒരു രഹസ്യ റൂം ഉണ്ടായിരുന്നു. മ്യൂസിക് ടീച്ചർ കാണാതെ ഇവരപ്പോ പ്രണയത്തിലായിരുന്നത് കൊണ്ട് തന്നെ ആ ഒരു ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ഇവർ അവിടേക്ക് പോകുമായിരുന്നു. ഇപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ സംസാരിച്ച് വീണ്ടും ഓർത്തെടുക്കുന്ന സോയൂൺ മീജുവിനോട് എനിക്കൊരു കാര്യം ചെയ്യണം, അതിന് നീ എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ്. എന്താണെന്ന് ചോദിക്കുമ്പോൾ അവളെ നേരെ കൊണ്ടുവരുന്നത് അതേ വീട്ടിലേക്കാണ്. ഇപ്പൊ സോയൂൺ സ്വന്തമാക്കിയിരിക്കുന്ന അവൾ സിയോങ്ങിനെ കൊണ്ട് താമസിക്കുന്ന അവളുടെ അതേ വീട്ടിലേക്ക്. ഈ സിയോങ്ങിനെ ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചത് തന്നെയാ. അവനെ ഞാൻ ഏതൊക്കെ രീതിയിൽ ഹേർട്ട് ചെയ്താലും അവൻ എന്നോട് തിരിച്ചൊന്നും പറയാതെ അങ്ങനെ അങ്ങ് ഒരു പാവത്തെ പോലെ നിൽക്കാണ്. അത് ആക്ച്വലി എന്റെ കയ്യിൽ നിന്ന് കാശ് കിട്ടുന്നത് കൊണ്ടാണോ അതോ ശരിക്കും അവൻ എന്നോട് സത്യസന്ധമായിട്ടാണോ പെരുമാറുന്നത്? എനിക്കതൊന്നും അറിയണം. അതിന് എനിക്ക് നിന്റെ ഹെൽപ്പ് വേണമെന്നും പറഞ്ഞ് ആ വീട്ടിലുള്ള ഒരു സീക്രട്ട് റൂമിലേക്ക് സോയൂൺ മീജുവിന്റെ കൂടെ ചേരുന്നു. അവിടെ ഒരു വലിയ ബുക്ക് ഷെൽഫ് ഉണ്ട്. ചുമ്മാ നോക്കുമ്പോൾ ആ ഒരു ബുക്ക് ഷെൽഫിന് ഒരു പ്രത്യേകതയും തോന്നില്ല. പക്ഷെ ആക്ച്വലി ആ ഒരു ബുക്ക് ഷെൽഫിന് അപ്പുറത്ത് ഒരു സീക്രട്ട് റൂം ഉണ്ടായിരുന്നു. ഈ ബുക്ക് ഷെൽഫ് സൈഡിലേക്ക് മാറ്റുമ്പോഴാണ് ആ ഒരു റൂം ഒക്കെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ സിയോങ്ങിനിട്ട് ഒരു പണി കൊടുക്കാനേ തന്നെ ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ അതോ താൻ കാശ് കൊടുത്ത് അവനെ വാങ്ങിച്ചതിനും കാശിന്റെ പവറിൽ അവനെ കൂടെ നിർത്തുന്നതിലും അവന് വിദ്വേഷമാണോ ഉള്ളത്, തന്നോട് കാണിക്കുന്ന ആ ഒരു ഒബീഡിയൻസ് ഒക്കെ തന്നെ ശരിക്കും തന്നോടുള്ള ഇഷ്ടം കൊണ്ടാണോ, എന്താണ് യഥാർത്ഥത്തിലെ സംഭവം എന്ന് അറിയാനായിട്ടുള്ള ഒരു പണിയായിരുന്നു അത്. അങ്ങനെ അവൾ തന്നെ വീഡിയോ റെക്കോർഡ് ചെയ്ത് ഒരു ദിവസം മാത്രം മാറി നിൽക്കുന്ന രീതിയിൽ ഒരു ദിവസം മാത്രം ഇടാനുള്ള ഇട്ടേക്കുന്ന ഡ്രസ്സും പിന്നെ കഴിക്കാൻ കുറച്ച് ഫുഡും എടുത്തുകൊണ്ടാണ് ആ റൂമിലേക്ക് പോകുന്നത്. കൂടാതെ ഒരു റൂം ഓപ്പൺ ചെയ്യാനൊക്കെ ഉള്ള താക്കോല് കയ്യിൽ അവൾ എടുക്കുന്നുണ്ട്. ഈ ഒരു സീക്രട്ട് റൂമിൽ നിന്ന് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ കാണാനായി രണ്ട് വഴിയാണുള്ളത്. ഒന്ന് ബാത്റൂമിലുള്ള മിറർ വഴി കാണാം. പക്ഷെ ഈ മിററിൽ കൂടി സീക്രട്ട് റൂമിലുള്ള ആൾ പുറത്തെ കാര്യങ്ങൾ കാണുന്നത് പുറത്ത് നിൽക്കുന്നവർക്ക് കാണാൻ സാധിക്കില്ല. കൂടാതെ സീക്രട്ട് റൂമിൽ എന്ത് ശബ്ദം ഉണ്ടായാലും അത് പുറത്ത് കേൾക്കത്തുമില്ല. അതേപോലെ സീക്രട്ട് റൂമിലുള്ള ആൾക്ക് ബെഡ്റൂമിന്റെ അവിടെയുള്ള മിറർ വഴിയും പുറത്തുള്ള കാര്യങ്ങൾ കാണാം. അങ്ങനെ ഒരു വീഡിയോ ഒക്കെ സിയോങ്ങിനെ കാണിക്കാനായി റെക്കോർഡ് ചെയ്ത് വെച്ച് അവിടെ നിന്ന് നമ്മുടെ സോയുൺ ആ സീക്രട്ട് റൂമിനകത്ത് കയറിയിരിക്കുന്നു. പിന്നീട് സോയുൺ മിസ്സാണെന്ന കാര്യം ആ ഒരു വീഡിയോയിൽ കണ്ട് സിയോങ് കരയുന്നതും ഭയങ്കര സങ്കടത്തിരിക്കുന്നതും ഒക്കെ കണ്ട് അവൾക്ക് സമാധാനം ആവുന്നുണ്ട്. ഈവൻ അന്ന് രാവിലെ അവൾ മിസ്സാണെന്ന കാര്യം കണ്ട് സങ്കടപ്പെട്ട് പോയി. പിന്നീട് ആ ഒരു ഓർക്കസ്ട്രയിലും കാര്യങ്ങളൊന്നും സെറ്റ് ആവാതെ അവൾ ഇല്ലാത്തതുകൊണ്ട് നന്നായി പ്രാക്ടീസ് ഒന്നും ചെയ്യാൻ പറ്റാതെ ആകെ ഡിസ്റ്റർബ് ആയി തിരിച്ച് റൂമിലെത്തിയും അവൻ സങ്കടത്തിരിക്കുന്നത് കണ്ടവൾ മതി, ഇത്രയും മതി, അവൻ ശരിക്കും എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, മനസ്സിലായല്ലോ, അത് മതി എന്നുള്ള രീതിയിൽ പുറത്തേക്ക് ഇറങ്ങാന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും അവളുടെ കയ്യിൽ അവൾ പുറത്തേക്ക് ഇറങ്ങാനായി കരുതി വെച്ച ആ ഒരു താക്കോൽ വെച്ച് തുറക്കാൻ നോക്കിയിട്ട് അത് പറ്റുന്നില്ല. കാരണം ഫേക്ക് ആയ കീ ആയിരുന്നു അത്. മീജു തന്ത്രപരമായി ഇതിന്റെ ഇടയിൽ കൂടെ നിന്ന് സോയുണ്ണെ പറ്റിച്ചിരുന്നു. അവൾക്ക് യഥാർത്ഥ താക്കോൽ എന്ന് പറഞ്ഞു കൊടുത്തത് ഫേക്ക് ആയ താക്കോലായിരുന്നു എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാവുന്നത്. കൂടാതെ മീജുവിനെ താനില്ലാത്ത സമയം സിയോങ് എന്ത് ചെയ്യുന്നു ഏത് ചെയ്യുന്നു എന്നത് ഈ വീട്ടിലുള്ളപ്പോ ചില കാര്യങ്ങൾ സീക്രട്ട് റൂമിൽ ഇരുന്ന് സോയുണ്ണെ കാണാം. പക്ഷെ അല്ലാത്തപ്പോ ഓർക്കസ്ട്രയിൽ ആരെങ്കിലും അവൻ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടെന്നതൊക്കെ വാച്ച് ചെയ്ത് അറിയിക്കണം എന്ന രീതിക്ക് മീജുവിനെ സിയോങ്ങിന്റെ കൂടെ തന്നെ നിൽക്കാനായി ആ ഒരു ഇന്റർവ്യൂവിന് പോകണം എന്ന രീതിക്കൊക്കെ പറഞ്ഞു വിട്ടത് സോയുൺ ആയിരുന്നു. പക്ഷെ മീജു തന്ത്രപരമായി സോയുണിട്ട് ഇവിടെ പണി കൊടുത്തിരിക്കുകയാണ്. ഈ സോയുൺ പുറത്തു വരാമെന്ന് കരുതി കൂടെ നിൽക്കാനായി ഈ ഒരു കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനൊക്കെ കൂടെ നിർത്തിയ മീജു തന്നെ സോയുണിനെ ചതിച്ചിപ്പോ അവളെ അതിനകത്ത് ട്രാപ്പിലാക്കിയിരിക്കുകയാണ്. കൂടാതെ അവൾക്ക് എവിടെയൊക്കെ നിന്ന് താൻ എന്തൊക്കെ ചെയ്താൽ കാണാൻ സാധിക്കും എന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന മീജു മനഃപൂർവ്വം തന്നെയാണ് ഈ ഒരു വീട്ടിൽ വെച്ച് സിയോങ്ങുമായി അടുത്തത്. അവനെ ഡ്രിങ്ക്സ് അടുപ്പിച്ച് അങ്ങനെ ഒരു സാഹചര്യം അവൾ മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു. കൂടാതെ അവനിൽ നിന്ന് അകന്നു പോകുന്ന കണക്ക് അവൾ അവന്റെ ഈഗോയെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ പെരുമാറി വീണ്ടും അവനുമായി ഈ ഒരു വീട്ടിൽ വെച്ച് തന്നെ, അതും പ്രത്യേകമായി ബെഡ്റൂമിലെ ആ ഒരു ജനാലയുടെ മുന്നിൽ വെച്ചൊക്കെ എന്ത് ചെയ്താലും അകത്തുള്ള സോയുണിന് അത് കാണാൻ സാധിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് ആ രീതിയിൽ തന്നെ മനഃപൂർവ്വം പെരുമാറുകയായിരുന്നു എന്നത് നമുക്കിവിടെ വ്യക്തമാണ്. എന്നാലും എന്തിനായിരിക്കും സോയുണിനെ ഇങ്ങനെ ട്രാപ്പിലാക്കാനായി മീജു നോക്കിയത്? അതറിയാനായി മറ്റൊരു ഫ്ലാഷ് ബാക്ക് കാണാം. ഞാൻ മുന്നേ പറഞ്ഞിരുന്നില്ല, ഇവരൊക്കെ ഒന്നിച്ച് മ്യൂസിക് പഠിച്ചിരുന്നവരാണ്. ആ ഒരു സമയത്ത് ഇവർ റിലേഷൻഷിപ്പിലും ആയിരുന്നു. കൂടാതെ ഈ ഒരു വീട് മ്യൂസിക് ടീച്ചറിന്റെ വീടായിരുന്നു. ആ വീട് മ്യൂസിക് ടീച്ചറിന്റെ അടുത്ത് നിന്ന് സ്വന്തമാക്കുന്ന സോയുൺ അത് റെനോവേറ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ മീജുവിനെ ഏൽപ്പിച്ചിരുന്നു. ഈ വീട് റിനോവേറ്റ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഹാപ്പി ആയി താമസിക്കാം എന്ന ഒരു രീതിക്കൊക്കെ ആയിരുന്നു അവർ വിചാരിച്ചിരുന്നത്. പക്ഷെ ആ സമയത്ത് റെനോവേഷൻ വർക്കുകൾ മീജുവിനെ ഏൽപ്പിച്ച് വിദേശത്ത് പോയിട്ടുണ്ടായിരുന്ന സോയുൺ പിന്നീട് മടങ്ങി വന്നത് അവിടെ വെച്ച് അവൾ പരിചയപ്പെട്ട സിയോങ്ങിന്റെ കൂടെയാണ്. സിയോങ്ങുമായി ഇനി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം, മീജുവിനെ വേണ്ട എന്നൊരു രീതിക്ക് അത്രയും നാളെ മീജുവിനെ യൂസ് ആൻഡ് ത്രൂ ചെയ്ത് മറ്റൊരു ലൈഫ് സ്വപ്നം കണ്ട് സോയുൺ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മടങ്ങി
ഇറങ്ങിയെത്തിയ സോയുൺ മീജുവിന്റെ മൈൻഡ് ആക്കാതൊക്കെ പോയപ്പോ മീജുവിന് കലിപ്പായി. മീജു എങ്ങനെയെങ്കിലും തന്നെ ചതിച്ച സോയുണിട്ട് ഒരു പണി കൊടുക്കണം എന്ന ഒരു രീതിക്ക് ഇരിക്കായിരുന്നു. ആ സമയത്താണ് സോയുണിന്റെ പൊട്ട ബുദ്ധിക്ക് അവൾക്ക് സിയോങ്ങിനെ ഒന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് തോന്നുന്നതും അതിനായി അവൾ മീജുവിനെ കഷ്ടകാലത്തിന് വിളിച്ചു വരുത്തുന്നത്. തുടർന്ന് മീജു അവളുടെ തന്നെ ഐഡിയ വെച്ച് തന്ത്രപരമായി സോയുണിനെ ബ്ലോക്ക് ചെയ്യുകയായിരുന്നു. ആ ഒരു രഹസ്യ അറയിലിട്ട് അവൾ സ്വയം പൂട്ടിയപ്പോ ഒരിക്കലും പുറത്തു വരാത്ത രീതിയിൽ മീജു കാര്യങ്ങൾ മാറ്റിയെടുത്തു. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോയി. ഒരു 2 തവണയും കണ്ട് ഇവിടെ വന്ന് മീജു സിയോങ്ങിന്റെ കൂടെ സമയം ചെലവഴിച്ചിരുന്നല്ലോ. ആ ഒരു സമയത്തൊക്കെ തന്നെ ഇത് അകത്തിരുന്ന് കാണുന്ന സോയുൺ മീജു ഫ്രഷ് ആവാനായി ടോയ്ലറ്റിൽ എത്തുന്ന സമയത്ത് ടോയ്ലറ്റിലുള്ള മിറർ വഴി പുറത്തുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ സോയുൺ തന്നെ കാണുമെന്ന ഉറപ്പിൽ മീജു അവിടെ നിന്ന് അവളെ കുറെ വെല്ലുവിളിച്ചിരുന്നു. നീ അവനെ കണ്ടപ്പോ ഞാനുമായിട്ടുള്ള ലൈഫൊക്കെ മറന്ന് എനിക്ക് തന്ന വാഗ്ദാനങ്ങളൊക്കെ മറന്ന് അവന്റെ പുറകെ പോയി. ഇപ്പൊ നീ കണ്ടോ, നിന്റെ മുന്നിൽ വെച്ച് നീ ആഗ്രഹിച്ചവന്റെ കൂടെ ഞാൻ ജീവിക്കുന്നത് കണ്ട് പൊടിക്കടി എന്നും പറഞ്ഞ് വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു കലിപ്പിന് അവിടെ കിടന്ന് ബഹളം വെച്ചും ഷൗട്ട് ചെയ്തും തട്ടിയും മറിച്ചും ഒക്കെ തന്നെ സോയുൺ നോക്കുന്നുണ്ടെങ്കിലും ഒരു ഫലം ഉണ്ടായില്ല. പക്ഷേ അവളിങ്ങനെ തട്ടുന്ന തട്ടില് ഹോട്ട് വാട്ടർ ലീക്ക് ആവുന്നുണ്ടായിരുന്നു. അവിടുത്തെ പൈപ്പിന്റെ എന്തോ പ്രശ്നമാണെന്നാണ് ഇത് കാണുന്ന സിയോങ് കാര്യം അറിയാതെ വിചാരിച്ചിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, മറുവശത്തിരുന്ന് സോയുൺ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നങ്ങളായിരുന്നു അത്. ഇതറിയാതെ ഒരു പ്ലംബറിനൊക്കെ വീട്ടിൽ റെഡിയാക്കാനായി വരെ സിയോങ് വിളിച്ചോണ്ട് വന്നെങ്കിലും ഇവിടുന്ന് നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല, എന്താ അത് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ് പ്ലംബർ തിരിച്ചു പോകുന്നു. അപ്പോഴേക്കും തന്റെ മകൾ ഇപ്പൊ മിസ്സായിട്ട് ഒരാഴ്ചക്ക് മേളിലായി. അവൾ അങ്ങനെ പോകുന്ന ഒരാളെ അല്ല. അവൾക്ക് ഇത് എന്ത് പറ്റിയെന്ന് ടെൻഷൻ ആവുന്ന സോയുന്റെ അമ്മ പോലീസിനെ വിളിക്കുന്നുണ്ട്. ഇവരുടെ മകളെ ഞാൻ എന്തോ ചെയ്തു എന്ന് കരുതിയാണ് ഇവരിപ്പോ എന്നോട് ഒരുമാതിരി സംസാരിക്കുന്നതെന്നൊക്കെ സിയോങ്ങിന് സോയുന്റെ അമ്മയുടെ വർത്താനം കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരുന്നു. അങ്ങനെ പോലീസ് എത്തി സോയുണും സിയോങ്ങും ഒന്നിച്ച് താമസിച്ചിരുന്ന ഒരു വീട്ടിൽ പരിശോധന നടത്തുമ്പോൾ അവർക്ക് പക്ഷേ സംശയാസ്പദമായി ഒന്നും കണ്ടെത്താൻ സാധിക്കുന്നില്ല. സിയോങ് ആകട്ടെ ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ ടെൻഷനായി മീജുവിന്റെ അപ്പാർട്ട്മെന്റിന്റെ അവിടേക്ക് അവൾ വിളിച്ചത് പ്രകാരം ഡ്രിങ്ക്സ് അടിക്കാൻ പോകുന്നുണ്ട്. പക്ഷെ ആ ഒരു സമയത്ത് അവളുടെ അപ്പാർട്ട്മെന്റിന്റെ പാസ്കോഡ് അവൾ അടിച്ചു കൊടുക്കുന്നത് കാണുമ്പോൾ ഒരു കണക്ഷൻ സോയുണുമായി സിയോങ്ങിന് ഫീൽ ആവുന്നു. കാരണം 11-17 എന്നതായിരുന്നു അപ്പാർട്ട്മെന്റിന്റെ പാസ്കോഡായി മീജു ഇട്ടിരുന്നത്. ഈ 11-17 എന്നത് സോയുവിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിട്ട് വരും. 11-ാം മാസം 17-ാം തീയതി, അതായത് നവംബർ 17. അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ ഈ പാസ്കോഡ് ഞാൻ ഇട്ടൊന്നുമല്ല, ഞാൻ ഈ അപ്പാർട്ട്മെന്റിലേക്ക് എത്തുമ്പോഴേ ഇതിന്റെ പാസ്കോഡ് ഇത് തന്നെ ആയിരുന്നു എന്നായിരുന്നു മീജു ഉരുണ്ട് കളിക്കുന്നത്. കൂടാതെ മറ്റൊരു കാര്യം ഇവിടെ സോയുവിന്റെ അമ്മ കണ്ടുപിടിക്കുന്നുണ്ട്. സോയുൻ ഞാൻ ഇവിടെ വിട്ട് പോവാണെന്നൊക്കെ പറഞ്ഞ ഒരു വീഡിയോ മിസ് ആവുന്നതിന് മുന്നേ പിടിച്ചു വെച്ചിരുന്നല്ലോ. ആ ഒരു വീഡിയോ ഒക്കെ കണ്ട് സിയോങ് പലതവണ കരഞ്ഞിരുന്നെങ്കിലും ഇപ്പൊ ആ വീഡിയോ കാണുന്ന സോയുന്റെ അമ്മ അതിൽ കണ്ടുപിടിക്കുന്നത് സോയുൻ ആ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ അവൾ ഒറ്റയ്ക്കായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്, വേറെ ആരോ കൂടി ഉണ്ടായിരുന്നു. ആരുടെയോ കൈ അതിൽ കാണാം എന്നതാണ്. ഈ കാര്യത്തെ പറ്റി ഇപ്പോ സിയോങ്ങിനോട് പറയുമ്പോൾ ആ കൈ കാണുന്ന അവൻ അത് ആരാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അത് മീജു ആണെന്ന്. കാരണം മീജുവിന്റെ കയ്യിൽ കിടക്കാറുള്ള ഒരു പ്രത്യേക ടൈം ബ്രേസ്ലെറ്റ് തന്നെയാണ് ആ ഒരു വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ പതിഞ്ഞിരിക്കുന്ന മുഖം വ്യക്തമായി കാണാൻ സാധിക്കാത്ത അതേ വ്യക്തി ഇട്ടിരിക്കുന്നത് എന്ന്. അവൻ പക്ഷെ ഇതിനെപ്പറ്റി സോയുന്റെ അമ്മയോട് സംസാരിക്കാതെ നേരെ മീജുവിനെ കാണാനേ പോകുന്നു. പക്ഷെ നേരിട്ട് ചോദിക്കാതെ മീജുവിന്റെ അപ്പാർട്ട്മെന്റിന്റെ പാസ്കോഡ് സോയുന്റെ ഡേറ്റ് ഓഫ് ബർത്തിലെ ഡേറ്റും മാസവുമാണെന്ന് വ്യക്തമായ അവൻ പതി അവളുടെ ഫോൺ എടുത്ത് ലോക്ക് അടിക്കാൻ നോക്കുന്നുണ്ട്. ഡോറിന്റെ അതേ പാസ്കോഡ് ഡേറ്റും മാസവും അടിച്ചു കൊടുക്കുമ്പോൾ നടക്കുന്നില്ല. വർഷവും കൂടി, അതായത് സോയുന്റെ ഡേറ്റ് ഓഫ് ബർത്തിലെ വർഷവും മാസവും തീയതിയും അടിച്ചു കൊടുക്കുമ്പോൾ ലോക്ക് കഴിയുന്നുണ്ട്. ലോക്ക് കഴിയുമ്പോൾ ഉടനെ തന്നെ കാണുന്ന വാൾപേപ്പറും അവനെ ഷോക്കാക്കുന്നു. കാരണം അതില് സോയുനും മീജുവിനും ഭയങ്കര അടുപ്പമായുള്ള ഒരു വാൾപേപ്പർ ആയിരുന്നു. അതുകൊണ്ട് കണ്ട കാര്യങ്ങളുടെ ഏകദേശ കിടപ്പ് വശം മനസ്സിലാക്കുന്ന സിയോങ് അവളോട് തന്നെ ചോദിക്കുന്നുണ്ട്. എണ്ണി മനസ്സിലാക്കിയ കാര്യങ്ങൾ പറഞ്ഞു ചോദിക്കുമ്പോൾ നീ പറയുന്നതൊക്കെ കറക്റ്റ് ആണ്, പക്ഷെ ആക്ച്വലി ഞാൻ നീ വിചാരിക്കുന്ന കണക്ക് അവളെ ഒന്നും ചെയ്തതല്ല, മറിച്ച് അവൾ നിന്റെ കൂടെ നിൽക്കാൻ താല്പര്യമില്ല എന്നും പറഞ്ഞ് സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു ഐഡിയ എടുത്തിട്ടാണ്. അവൾ കൂടെ ഇല്ലെങ്കിൽ നീ എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക, നീ അവളോട് കാണിക്കുന്നത് ശരിയായ ഇഷ്ടമാണോ എന്നൊക്കെ അറിയാനായിട്ടുള്ള പരിപാടിയായിരുന്നു. അങ്ങനെ അവൾ വിട്ടുപോയതിനെ ഞാൻ എന്ത് ചെയ്യാനാ. പിന്നെ അവൾ പോകുന്ന ടീം തന്റെ മറ്റും ഭാവവും നോക്കി കാണാനായിട്ട് തന്റെ കൂടെ നിൽക്കണമെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞത് പ്രകാരം തന്നെയാണ് ഞാൻ വന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. എനിക്ക് ഇത്രയൊക്കെ അറിയൂ, അവൾ എവിടെ പോയി എപ്പോ വരും എന്നതിനെ പറ്റി എനിക്കറിയില്ല. എന്തായാലും അവൾ തന്നെ ടെസ്റ്റ് ചെയ്യാനായി തന്നെ പോയതാണെന്ന് മാത്രമേ മീജു പറയുന്നുള്ളൂ. സീക്രട്ട് റൂമിന്റെ കാര്യമൊന്നും തന്നെ സിയോങ്ങിനോട് പറയുന്നില്ല. അങ്ങനെ സിയോങ് ആകട്ടെ തിരിച്ച് അവന്റെ വീട്ടിലേക്ക് എത്തിയ ശേഷം ടോയ്ലറ്റിൽ നിൽക്കുമ്പോൾ താൻ ഇപ്പുറത്തുണ്ട് എന്നത് അവന് സിഗ്നൽ നൽകാനായി അവൻ മുഖം കഴുകാനായി പൈപ്പ് ഓൺ ആക്കുമ്പോൾ അതിലെ വെള്ളമൊക്കെ ഓഫ് ചെയ്തും ഓൺ ചെയ്തും എന്തോ ഒരു പന്തികേട് കണക്കൊരു സാഹചര്യം സോയുൺ ഉണ്ടാക്കിയെടുക്കുന്നു. ആദ്യ കാര്യം മനസ്സിലായില്ലെങ്കിലും ഈ പൈപ്പൊക്കെ ഓണോ ഓഫ് ചെയ്യാനുള്ള സിസ്റ്റം ഈ വോളിന്റെ അപ്പുറത്താണെന്ന് പ്ലംബർ അന്ന് വന്നപ്പോൾ പറഞ്ഞിരുന്നു. ഇപ്പുറം ഒന്നും ചെയ്യാനില്ല, ഇനി ഇതൊക്കെ കുത്തിപ്പൊളിച്ചല്ലോ അപ്പുറത്ത് നോക്കാനേ വഴിയുള്ളൂ എന്ന്. അപ്പൊ അപ്പുറത്ത് ആരോ ഇരുന്നത് ഓൺ ഓഫ് ചെയ്യുന്നതാണെന്ന് സിയോങ് മനസ്സിലാക്കുന്നുണ്ട്. അത് സോയുൺ ആണെന്നും അവൻ കൺഫേം ചെയ്യുന്നു. പെട്ടെന്ന് അവൻ ആ ഒരു ചില്ലൊക്കെ പൊട്ടിച്ച് അവളെ ഹെൽപ്പ് ചെയ്യാം, അവളെ പെട്ടെന്ന് പുറത്തിറക്കാം എന്ന രീതിയിൽ വലിയൊരു ചെടിച്ചട്ടി ആ ഒരു ചില്ല് പൊട്ടിക്കാനായി എടുത്ത് ഓങ്ങുന്നുണ്ടെങ്കിലും അത് കണ്ട് അവനിപ്പോ തന്നെ രക്ഷപ്പെടുത്തു എന്നവൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും അവൻ അത് ചെയ്യാതെ ആ ഒരു ചെടിച്ചട്ടി താത്തു വെക്കുന്നു. നീ അപ്പോ അപ്പുറത്തിരുന്ന് ഇപ്പുറത്തുള്ള എല്ലാം കാണുന്നുണ്ടായിരുന്നല്ലേ, നീ എന്നെ ടെസ്റ്റ് ചെയ്യാനായിട്ട് എന്റെ അടുത്ത് നിന്ന് മാറിപ്പോവുകയും നിന്റെ കാമുകിയെ എന്റെ അടുത്തേക്ക് പറഞ്ഞു വിടുകയും ചെയ്തു. നിന്റെ ചതിയാണ് ഇതെന്ന് അറിയാതെ പെട്ടെന്നുണ്ടായ ഒരു ടെംപ്ടേഷന്റെ പുറത്ത് ഇപ്പൊ എനിക്കും അവൾക്കും ഇടയിൽ നടന്ന കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. നീ ഇവിടെ ഉണ്ടെന്ന് നിന്റെ മറ്റവൾക്കും അറിയാം. എന്നിട്ട് അവൾ ഇത് പറഞ്ഞില്ല. ഇനിയിപ്പോ ഞാനായിട്ട് നിന്നെ പുറത്തിറക്കിയാൽ നീ എന്നെ വകവരുത്തും. അവള് നിന്നെ ഇങ്ങനെ ട്രാപ്പ് ആക്കി എന്നത് പുറത്തെത്തിയാല് നീ അവളെ വെറുതെ വിടില്ല എന്നത് അറിയാവുന്നതുകൊണ്ടാണ്
അവൾ അത് ചെയ്യാൻ അതേ കണക്ക് തന്നെയല്ലേ എന്റെ ഈ സാഹചര്യം, നീ എന്നെയും വെറുതെ വിടില്ലല്ലോ എന്ന് പെട്ടെന്ന് സോയുണ്ണ പുറത്തുവിട്ടാ അത് തനിക്ക് പാരയാകുമെന്ന് തിരിച്ചറിവോടുകൂടി സിയോങ് സംസാരിക്കുന്നു. അങ്ങനെയൊന്നുമില്ല, എന്നെ ഇതിൽ നിന്ന് പുറത്തിറക്കിയാൽ മതി, ഇവിടെ വെള്ളമില്ലാണ്ട് ഭക്ഷണം ഇല്ലാന്ന് ഞാൻ ചത്തുപോയിന്നൊന്ന് ഇറക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് സോയുണ്ണ അവിടെ കിടന്ന് ഇവൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് അലറുന്നുണ്ടെങ്കിലും അവൾ അലറുന്നതും കരയുന്നതും ഒന്നും അവന് കേൾക്കാനോ കാണാനോ സാധിക്കുന്നില്ലല്ലോ. സിയോങ് നേരെ മീജുവിന്റെ അടുത്ത് ചെന്ന് അവളെ നമുക്ക് ഓപ്പൺ ചെയ്ത് വിടാം എന്ന് ചോദിക്കുമ്പോൾ വേണ്ട, അവള് പുറത്തിറങ്ങിയാൽ പ്രശ്നമാവും എന്ന് പറയുമ്പോൾ അതിലും വലിയ പ്രശ്നമാവും. ഇപ്പൊ അവള് പുറത്തിറങ്ങിയാൽ ഒരുപക്ഷെ അവൾ അടച്ചതിന്റെ പേരിലുള്ള ശിക്ഷയെ നമ്മൾ അനുഭവിക്കേണ്ടി വരുള്ളൂ. പക്ഷെ അവൾ അവിടെ കിടന്ന് ഭക്ഷണവും വെള്ളവും ഇല്ലാണ്ട് ചത്തു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവും എന്ന് പറയുമ്പോഴൊന്നും തന്നെ മീജു തയ്യാറാവുന്നില്ല. കാരണം വല്ലാത്തൊരു ക്യാരക്ടറാണ് എന്ന രീതിക്ക് മീജു അതിന് സമ്മതിക്കുന്നില്ല. അപ്പോഴേക്കും തന്റെ മകൾ മിസ്സായതില് സിയോങ്ങിന് വലിയ പ്രശ്നമില്ല, അവൻ മീജു എന്ന പെൺകുട്ടിയെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് പോകുന്നു എന്നൊക്കെ ഡൗട്ട് തോന്നുന്ന സോയുന്റെ അമ്മ മീജുവിനും സിയോങ്ങിനും മെസ്സേജ് അയക്കുന്നുണ്ട്. സോയുൺ ഏതാണ്ട് പുറത്തെത്തിയ കണക്ക് ഇവരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു മെസ്സേജ് ആയിരുന്നു. സത്യത്തിൽ എന്താണ് നടന്നതെന്ന് അവർക്ക് അറിയില്ലെങ്കിലും അവരുള്ളിലുള്ള ഡൗട്ട് വെച്ച് ഇങ്ങനെ ഒരു മെസ്സേജ് അയക്കുന്നതാണ്. ആ മെസ്സേജ് കണ്ട് അവൾ പുറത്തെത്തിയോന്ന് ടെൻഷനാണ്. ഇവർ രണ്ടുപേരും നേരെ ആ വീട്ടിലേക്ക് ചെന്ന ഒരു സീക്രട്ട് ഡോർ ഓപ്പൺ ചെയ്യാനായി നിൽക്കുന്നു. ഇത് എങ്ങനെ ഓപ്പൺ ചെയ്യണമെന്ന് സിയോങ്ങിന് അറിയില്ല, മീജുവിന് അറിയാം. ഒന്ന് ഓപ്പൺ ചെയ്യുന്നൊക്കെ പറയുമ്പോൾ അവൾ മടിച്ചാണ് ഓപ്പൺ ചെയ്യുന്നത്. ചെന്ന് നോക്കുമ്പോൾ അകത്ത് സോയുണുണ്ട്. ഇവർ പേടിച്ച കണക്ക് അവൾ പുറത്ത് ചാടിയിട്ടില്ല. പക്ഷെ അവിടെ വെച്ച് സോയുൺ ഇവരെ കാണുമ്പോൾ സിയോങ്ങിനൊന്നും ചെയ്യാതെ മീജുവിനെ അടിച്ചിടുകയും സിയോങ്ങിന്റെ കൂടെ പുറത്തെത്തുകയും ചെയ്യുന്നു. സിയോങ് തന്നോട് സോയുണിന് ദേഷ്യമായിരിക്കും എന്ന് കരുതി അവളോട് മാപ്പ് അപേക്ഷിക്കുകയും ഞാൻ വേണമെങ്കിൽ പോലീസിൽ സറണ്ടർ ആവാന്നൊക്കെ പറയുകയും ചെയ്യുമ്പോൾ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല, നമുക്ക് ഒന്നിച്ച് സന്തോഷമായിട്ട് ജീവിക്കാന്ന് പറഞ്ഞ് അവന്റെ കൂടെ ഒന്നിച്ച് ജീവിക്കാനായി തന്നെ അവൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഇവർ ഒന്നും നടന്നിട്ടില്ലാത്ത ഭാവത്തിൽ ആ ഒരു വീട്ടില് ഒരു ഹസ്ബൻഡും വൈഫുമായി തന്നെ ജീവിക്കുന്ന ഇതേ സമയം സിയോങ് ഓരോ ആവശ്യങ്ങൾക്ക് പുറത്തു പോകുമ്പോൾ വീട്ടിലൊറ്റയ്ക്കുള്ള സോയുൺ അവളിപ്പോ സീക്രട്ട് റൂമിൽ പൂട്ടിയിട്ടിരിക്കുന്ന മീജുവിന്റെ അടുത്തേക്ക് അവൾക്ക് വേണ്ട ഭക്ഷണവും വെള്ളവും ഒക്കെ ആയി ചെല്ലുകയും അവളെ അവിടെ ഒരു അടിമ കണക്ക് ചങ്ങലയ്ക്ക് കെട്ടിയിട്ടിരിക്കുകയാണ്. കൂടാതെ ഈ സോയുൺ മീജുവിന് അവളുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് അപ്പോഴും ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അവളെ കൊന്നുകളയാനോ അല്ലെങ്കിൽ ലൈഫിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കുകയോ ചെയ്യാതെ അവളെ ഇവിടെ പൂട്ടിയിട്ട് തനിക്ക് അവളെ കാണണമെന്ന് തോന്നുമ്പോൾ വന്ന് കാണുകയും ഇന്റിമേറ്റ് ആവണമെന്ന് തോന്നുമ്പോൾ ആ രീതിയിലാവുകയും അങ്ങനെ ഒരേ ടീം സിയോങ്ങിന്റെ ഒപ്പവും മീജുവിന്റെ ഒപ്പവും സമയം ചെലവഴിച്ച് സോയുൺ അവിടെ ജീവിക്കുന്നു. പുറം ലോകത്തിന്റെ മുന്നിൽ സിയോങ് തന്റെ ഹസ്ബൻഡായും എന്നാൽ പേഴ്സണൽ ലൈഫിൽ ആരും അറിയാതെ ഈ ഒരു വീട്ടില് മീജുവിനെ അടിമയാക്കി തന്റെ ആവശ്യങ്ങളൊക്കെ നേടിയെടുത്തും അങ്ങനെ ജീവിക്കുന്ന ഒരുമാതിരി വല്ലാത്ത സ്വഭാവം പ്രകടിപ്പിക്കുന്ന സോയുണിനെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അതോടുകൂടി ഈ ഒരു കഥയും ഇവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു കഥയുമായി കണ്ടുമുട്ടും വരെ ബൈ.